പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ എല്ലാ ദൈവമക്കളെയും ക്ഷണിക്കുന്നു. നമുക്ക് അല്പനിമിഷം പ്രാർത്ഥനയിൽ ആയിരിക്കാം. അവിടുത്തെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും എന്നരുൾ ചെയ്ത ഈശോനാഥ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു. ഒരു ദിനം കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു. പരിശുദ്ധ മാതാവേ, തമ്പുരാൻ്റെ പുണ്യജനനി, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അമ്മയെ ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾക്ക് മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ സത്യമായും വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ഓ ധന്യയായ ദൈവമാതാവേ, അങ്ങയോടൊത്ത് ആരാധിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് തരിക. ഞങ്ങളുടെ ആകുലതകൾ, ആശങ്കകൾ എല്ലാം പ്രിയപുത്രൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മേ, നിന്നോട് സാന്നിധ്യവും ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയും നൽകുന്നു. ഞങ്ങളുടെ മധ്യേ അവിടുന്ന് ആയിരിക്കുന്നതിനെ ഞങ്ങൾ സ്നേഹപൂർവ്വം വണങ്ങുന്നു. സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യക മറിയമേ, ലോക പരിത്രാണത്തിന് കർത്താവ് അങ്ങയെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ അവിടുത്തെ തിരുസുതനെ അമ്മ ഞങ്ങൾക്ക് മധ്യേ ക്ഷണിക്കണമേ. അമ്മേ, പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുവാൻ അമ്മയുടെ സഹായം ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. അമ്മേ, അമലോത്ഭവയെ, അങ്ങയുടെ സാമീപ്യത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും അനുഭവപ്പെടുന്നു. ജപമാലയിലൂടെ നിൻ്റെ പ്രിയപുത്രനെ സ്തുതിക്കുവാൻ അമ്മയും ഞങ്ങളോടൊപ്പം കടന്നു വരണമേ. സ്നേഹത്തോടെ ഞങ്ങളുടെ ജപമാലയെ അമ്മയുടെ വിശുദ്ധ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ ഞങ്ങൾക്കില്ലമ്മേ. സാദരം ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അമ്മയെ പ്രത്യേകമായി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ കുറവുകളോ മറ്റോ നോക്കാതെ അവരെ അനുഗ്രഹിക്കണമേ. അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഭവനങ്ങളെയും അവരുടെ സ്വന്തം ബന്ധുമിത്രാദികളെയും ഈ കൂട്ടായ്മയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത വഴികളിൽ പലപ്പോഴും ഞങ്ങൾ കാലിടർ വീഴുന്ന അനേകം അവസരങ്ങളുണ്ട്. ആ അവസ്ഥയിൽ അമ്മയുടെ വലതുകരം നീട്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അമ്മയുടെ സഹായം ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തിരുകുടുംബത്തെ കാത്തു പരിപാലിച്ച അമ്മയുടെ സഹായം ഞങ്ങൾക്കിപ്പോൾ ആവശ്യമുണ്ട്. കരുണയോടെ ഞങ്ങൾക്ക് ആ അനുഗ്രഹം നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകളെ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നിറവുകളാക്കി അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അമ്മേ, ഇന്നേ ദിവസം അനേകം മക്കൾ വിവിധങ്ങളായ രോഗത്താൽ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നു. അവർക്ക് ആശ്വാസത്തിൻ്റെ കൃപാവരം നൽകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അവരുടെ ശാരീരിക വേദനകളിൽ ആശ്വാസത്തിൻ്റെ ദിവ്യ ഔഷധം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം വിവിധങ്ങളായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഓപ്പറേഷൻ്റെ സമയത്ത് അമ്മയുടെ സാന്നിധ്യം നൽകി ഓപ്പറേഷന് വിജയം നൽകി അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ യാചനാപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അനേകം മക്കൾ ഭവനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ജോലിയില്ലാത്ത അവസ്ഥ, അർഹിക്കുന്ന യോഗ്യതകളുണ്ടായിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ, ജോലിയിലുള്ള കുരുക്കുകൾ എല്ലാത്തിനെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. കടബാധിതയാൽ വിഷമിക്കുന്ന അനേക മക്കളുണ്ടല്ലോ, അവരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. അവരുടെ കടഭാരങ്ങളിലേക്ക് ആശ്വാസമായി അമ്മയെ കടന്നു ചെല്ലണമേ. ഈശോയുടെ തിരുകുമാരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കടബാധയെ ലഘൂകരിക്കണമേ. അതുപോലെ തന്നെ അനേക മക്കൾ OET, IELTS, OET തുടങ്ങി പല പരീക്ഷകളിലും പലപ്പോഴും വിജയം ലഭിക്കാതെ മനസ്സ് തകർന്ന അവസ്ഥയിൽ ജീവിക്കുന്നു.
അവരുടെ പരീക്ഷകളെ അമ്മേ ഏറ്റെടുക്കണമേ. അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. വിദേശത്ത് പോകുവാനായിട്ട് തടസ്സമായി നിൽക്കുന്ന എല്ലാ വിസ തടസ്സങ്ങളെയും അവരുടെ കുരുക്കുകളെല്ലാം അഴിച്ചു മാറ്റണമേ. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ തകർന്നു പോകുന്ന മക്കളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾ കരുണാപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ, ശക്തിപ്പെടുത്തണമേ, വിശദീകരിക്കണമേ. അമ്മേ, ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. അതിനായി തടസ്സം നിൽക്കുന്ന പൈശാചിക നാരിക ശക്തികളെ ആട്ടിപ്പായിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആവിയേ മരിയ, ആവിയേ മരിയ. ലോകപാപത്തിൻ്റെ തിന്മകൾ മനുഷ്യരിൽ അതിവേഗം പടർന്നു പിടിക്കുന്നു. ഓരോ തിന്മയിലൂടെയും സാത്താൻ വിജയിക്കുമ്പോൾ ദൈവസുതൻ്റെ ഹൃദയത്തിൽ ഓരോ മുറിവുകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നരുൾ ചെയ്ത അമ്മ കന്യകയെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുകയാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടയ്ക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധനെ, ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ ഈ പ്രത്യേക നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അല്പനേരം ധ്യാനിക്കാം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസനം പ്രസാദ മാതാവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച ഈ നിയോഗങ്ങൾ മാതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. അമ്മ സഞ്ചാരി മാതാവാണല്ലോ, അതുപോലെ തന്നെ സമയ ചുരുക്കത്തിൻ്റെയും അമ്മയാണല്ലോ. ഞങ്ങളുടെ നിയോഗങ്ങളുടെ ആവശ്യങ്ങളെ അമ്മേ സമയം ചുരുക്കി എത്രയും വേഗത്തിൽ അവ ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് പ്രത്യേകം മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മ, ഞങ്ങളുടെ ഈ ചാനലിലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനായിട്ട് നന്ദി, സ്തുതി, വണക്കം. ആമേൻ.